ഞാൻ എന്താ പറഞ്ഞേ? എല്ലാ കടങ്ങളും ഒന്നുകിൽ ഇവിടെ വീട്ടണം, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് വീട്ടണം. ഇതില്ലാതെ ഒരു മനുഷ്യന് മോചനമില്ല. അതുകൊണ്ടാണ് ഈ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും എന്ന് പ്രാർത്ഥിക്കുന്നത്. ഈ കടമുണ്ട്, പാപം പൊറുക്കപ്പെട്ടാലും കടം കിടപ്പുണ്ട്. കടം മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഈ ജീവിതത്തിൽ അന്യായങ്ങൾ ചെയ്തു കൂട്ടുമ്പോ, ഒത്തിരി മനുഷ്യരുടെ കണ്ണുനീര് വീഴ്ത്തുമ്പോ, ഒരുപാട് പേര് നമ്മളെ ശപിച്ചും പ്രാഗി ഇറങ്ങിപ്പോകുമ്പോ, ഒത്തിരി പേരെ ഈ ധാർഷ്ട്യവും ധിക്കാരവും കൊണ്ട് പീഡിപ്പിക്കുമ്പോ, വേലക്കാരന് കൂലി കൊടുക്കാതിരിക്കുമ്പോ, ന്യായമായ കൂലി പ്രതിഫലം മനുഷ്യന് കൊടുക്കാതെ പീഡിപ്പിക്കുന്ന സമയത്ത്, അന്യായ കൊള്ളപ്പലിശ ഉണ്ടാക്കുന്ന സമയത്ത് ഓർത്തോണം, ഇതിനൊക്കെ ഒരു കണക്കുണ്ട്. ഇതെല്ലാവർക്കും ബാധകമാണ്. മനസ്സിലായോ? മറ്റുള്ളവനെ പീഡിപ്പിക്കുമ്പോ, അന്യായ കൊള്ള നടത്തുമ്പോ, കൊള്ള നടത്തുമ്പോ ഇതിനൊക്കെ ഒരു കണക്കുണ്ടെന്ന് ഓർത്തോണം. ഈ കൊള്ളയ്ക്ക് മനസ്സിലായോ? ഒരുത്തനെ പിടിച്ച് പണിക്ക് നിർത്തി, എന്നാൽ അവന് ശമ്പളം കൊടുക്കത്തില്ല, അവന് ന്യായമായ കൂലി